പൊന്ന് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങളുണ്ടാവുക. ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഇട്ടാ. ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ ഒരു ചെറിയൊരു റെസിപ്പി ഉണ്ട്, ഒരു ചെറിയൊരു വ്ളോഗും ഉണ്ട് കേട്ടോ. രണ്ടും കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടുക്കേണ്ടത് നമ്മൾ നല്ല കൊടിച്ചി ചീര ഉണ്ടല്ലോ, അതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ തൊടിയിലൊക്കെ കുറേശ്ശൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്, ഇനി തൊടിയൊക്കെ നന്നാക്കുമ്പോൾ അതൊക്കെ പോയിക്കാളും. അപ്പോൾ അത് വിചാരിച്ചാണ്ട് അതൊക്കെ നമ്മൾ എടുത്തിക്കണേ. അപ്പോൾ നല്ല ഔഷധമുള്ള ഗുണങ്ങളുള്ള ചെടിയാണ് ഇട്ടത്. ഇലകളിൽ പെട്ടതാണ്. അപ്പോൾ രക്തശുദ്ധീകരണത്തിന് നല്ലതാണ്. പിന്നെ ശരീരത്തിൽ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. പിന്നെ ആർത്തവ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ അയണും കാൽസ്യം ഒക്കെ നന്നായി അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്തുകൊണ്ട് നമ്മൾ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു അടിപൊളി കറി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടാ. അപ്പോൾ നമ്മൾ കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതൊക്കെ പിന്നെ ഒരു കൈമൽ കവർ ഇട്ടുകാണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 2 കൈമൽ കവർ ഇട്ടാലും തരക്കടില്ല, ഒരു ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ കവർ ഇട്ടുകാണ്ട് എടുത്താൽ. അപ്പോൾ നമ്മൾ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിനി, കുക്കറിൽ വേവിച്ച് വെച്ചിട്ട് അതൊരു മഞ്ചട്ടിക്ക് ഞാൻ വെച്ചിക്കണ്. അപ്പോൾ അതാ നമ്മൾ ആ ചീരൊക്കെ ഒന്ന് കത്രികയൊക്കെ വെട്ടിക്കാണ്ട് നമ്മളിത് എടുത്ത് കൊണ്ടുവന്ന് കിട്ടുക. അപ്പോൾ എടുക്കുമ്പോഴുള്ള ആ ചൊറിച്ചിൽ ഇങ്ങനെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കൈയിൻ്റെ അടിയോണ്ട് തൊട്ട് കഴിച്ചിട്ടൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കേണ്ടി. നല്ല ഔഷധ ഗുണമുള്ള ചൊറിയൻ ചീരയാണ്. പേര് ചൊറിയനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് കേട്ടോ. അപ്പോൾ ചീര എന്ന് പറയുന്നതാവാം, ചൊറിയണം എന്ന് പറയും ചിലവർ, കൊടിച്ചി എന്ന് പറയും, അങ്ങനെയൊക്കെ പറയട്ടെ. അപ്പോൾ നമ്മൾ വെന്ത പരിപ്പല്ലേ, അപ്പോൾ നമ്മളത് അയക്കാണ്ട് ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ തേങ്ങ, നല്ല ജീരകം, പച്ചമുളക് കൂട്ടിക്കാണ്ട് ചെറിയ ഉള്ളിയും കൂട്ടിക്കാണ്ട് അരച്ച അരപ്പ് നമ്മളിതീ കൊഴിച്ച് കൊടുത്തിക്കട്ടോ. അപ്പോൾ ചീരക്ക് ഇതിന് ഇലക്ക് വല്ലാതെ വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നിട്ട് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിക്കണേ. മഞ്ഞപ്പൊടി അരച്ചിയിൽ കൂട്ടിക്കണം കേട്ടോ, പച്ചമുളകാണ് കൂട്ടിക്കേണ്ടത്. അപ്പോൾ നല്ലൊരു കറിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. നല്ല ഔഷധമുള്ള ഗുണമുള്ള കർക്കിടക മാസമല്ലേ, കർക്കിടക മാസത്തിൽ പിന്നെ നമ്മളൊന്ന് ഉണ്ടാക്കിയാൽ കൂടുതൽ ഔഷധം കിട്ടും. നല്ല രോഗത്തിനൊക്കെ നല്ല പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആരെങ്കിലും തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫാക്കി കിട്ടാം, എന്നാലും മഞ്ചട്ടി അതുകൊണ്ട് ഇങ്ങനെ തളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കടുകിട്ടുകാണ്ട് വറവിട്ടുകയാണ്, വേറെ ഒന്നും ഞാൻ അതിക്ക് കൂട്ടിയിട്ടില്ല. അപ്പം നമ്മൾ പിന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാട്ടത്. അപ്പം നമ്മൾ അഞ്ചത്തിൻ്റെ വീട്ടിൽ കല്യാണമാണല്ലോ, അപ്പം അതിന് മഹർ എടുക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പിന്നെ ഈ വയനാട്ടിലെ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ പിന്നെ അതൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മാടുള്ള ദുബായ് ഗോൾഡിലാട്ടോ നമ്മൾ സ്വർണ്ണം എടുക്കാൻ പോയിക്കേണ്ടത്. അപ്പോൾ അവിടെ പൈസ ഒക്കെ ആദ്യം ഇങ്ങനെ ഏൽപ്പിച്ചിട്ടതാണ്. അതുകൊണ്ട് ഓൽക്ക് സ്വർണ്ണ വില ഒന്നും ഓൽക്ക് ബാധിച്ചിട്ടില്ല കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്വർണ്ണമൊക്കെ നോക്കുകയാണ്. അപ്പം മഹർ കൊടുക്കാനുള്ള വെള്ളിയാഴ്ച ഏട്ടൻ നിക്കാഹ്, അപ്പോൾ അതിനുള്ള മഹറൊക്കെ എടുക്കാൻ വന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല വയനാട്ടിലത്തെ അതെല്ലാം ദുരന്തങ്ങളെല്ലാം കേട്ടപ്പോൾ പിന്നെ ഇതൊന്നും ഇടാനുള്ളൊരു മൂഡും പിന്നെ ആര് കാണുന്നവർക്ക് കാണാനുള്ള മൂഡും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചതേനി. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കുക കേട്ടോ, സെലക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒക്കെ ഏൽപ്പിച്ച് കാണ്ട് ഞങ്ങൾ പോന്നിക്കണം കേട്ടോ. അപ്പോൾ പലതരമായി സ്വർണ്ണങ്ങളുണ്ട്, നല്ല കളക്ഷനും നല്ല സെലക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒക്കെ നോക്കിക്കാണ്ട് പോരുകയാണ്. അപ്പോൾ അന്ന് ലേശം വില കുറഞ്ഞ സമയം കേട്ടോ, വില കൂടുതൽ കുറഞ്ഞതാണ്. എന്നാലും അതുകൊണ്ടേക്കും ഒരുപാട് ആൾ വാങ്ങാൻ വന്നും ചെയ്തിക്കണേ. അപ്പോൾ എല്ലാവരും അവിടുന്ന് എപ്പോൾ ചെല്ലുമ്പോഴും അവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട്. എപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ചെറിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോഴൊക്കെ പിന്നെ ഡയമണ്ടുമൊക്കെ ഇപ്പോൾ പോയിട്ടില്ല. അപ്പോൾ ഒരു കാണാൻ പോയെന്ന് ഡയമണ്ടിൻ്റെ ആണ് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ പിന്നെ ഇപ്പം അതിന് നോക്കിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. സ്വർണ്ണം കണ്ടാൽ ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങളുണ്ടാവില്ല. പെണ്ണുങ്ങൾക്ക് എത്ര സ്വർണ്ണം കണ്ടാലും അതിനോടൊരു അധികം ഒരു കമ്പുണ്ടാവില്ല. അപ്പോൾ അതാ നമ്മൾ ഡയമണ്ടിൻ്റെ നെക്ലേസൊക്കെ അങ്ങനെ നോക്കിക്കാണ്ട് അതൊക്കെ ഒന്നുണ്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആദ്യക്ക് പൈസ അങ്ങനെ കൊടുത്തിട്ടാൽ നമുക്ക് വില കല്യാണമൊക്കെ ആകുമ്പോൾ വില ബാധിക്കില്ല. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമായിട്ടത്. അമ്മമാർ പൊന്നെടുക്കുമ്പോഴേ കുട്ടികളെ ഇതിൻ്റെ ഉള്ളിലാക്കലാണ് കളിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് പർദ്ദ എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ പർദ്ദക്കടിക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ നസീറ എന്നുണ്ട് കടൻ്റെ പേര്. ഇവിടെ ഈ നാട്ടിലുള്ളവർക്ക് അറിയിക്കാരം ഇവിടെ പർദ്ദക്ക് നല്ല വില കുറവുണ്ടാവും. അപ്പോൾ ഒലന്നെ അടിച്ചുകാണ്ട് അവിടെ വേറെ ഒന്നും കൊണ്ടുവരില്ല. അതുകൊണ്ട് ഓൽക്ക് വില കുറച്ച് തന്നാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ പർദ്ദ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ അമ്മക്കും ഒരു പർദ്ദ ഉണ്ട്. അപ്പോൾ
എല്ലാവർക്കുള്ള പർദ്ദയൊക്കെ എടുത്ത് പർദ്ദ ഇടുന്നവർക്ക് പർദ്ദ തന്നെ വേണ്ടേ അപ്പോൾ അതൊക്കെ എടുത്ത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നത്തെ ദിവസമാണ് പിന്നെ ഇതിന് പോണത് പെണ്ണിനുള്ളത്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.